ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മധുരമുള്ളൊരു സ്നാക്കാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടിയതിന് ശേഷം 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ക്യാരറ്റിന് 3 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റാണ് കൂടുതൽ വേണ്ടതെങ്കിൽ തേങ്ങേൻ്റെ അളവ് കുറച്ചിട്ട് ക്യാരറ്റ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള 4 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5ഓ 6ഓ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വലിയ ക്യാരറ്റാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണിത്. ഇതിപ്പോൾ 1 കപ്പ് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് പുഴുങ്ങലരി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പം ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് തന്നെ ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കും പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പത്തലിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പത്തലിൻ്റെതോ പത്തിരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി ചേർക്കരുത്. ഇതിപ്പോൾ നല്ലപോലെ പത്തലിനൊക്കെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കാം. ഇതിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൂരിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഇതിൽ മധുരത്തിന് പകരം എരിവുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ചെമ്മീനായാലും ചിക്കൻ്റെതോ ബീഫിൻ്റെതോ മസാല വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ചെമ്മീൻ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ ഇതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇത് കാണാനൊരു ഭംഗിയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാരറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലൊരു വാഴയില വെച്ചിട്ട് അടച്ചിട്ട് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ റെസിപ്പിയിൽ വല്ല പുതുമയൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ ഇലയുടെ ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പം ഇതിലൊരു കളർ വെച്ചിട്ട് കുറച്ചൊരു ചേഞ്ച് ആക്കിയെന്നേ ഉള്ളൂ. കുറച്ച് ക്യാരറ്റ് ചേർത്തു. പരിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റിൻ്റെ ജ്യൂസ് ചേർത്ത് കളറിലൊരു മാറ്റം വരുത്തി എന്നല്ലാതെ വേറെ പുതുമയൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.